Hello students, now we will see the density computations. So far we have seen different type of crystal structures and the different types of atomic stacking and how it will lead to a crystal structure. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഡെൻസിറ്റി എങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റി കാണുക, ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ഡെൻസിറ്റി കമ്പ്യൂട്ടേഷൻ ദ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ദ നോളേജ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് എ മെറ്റാലിക് സോളിഡ് പെർമിറ്റ്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇറ്റ്സ് തിയറിറ്റിക്കൽ ഡെൻസിറ്റി റോ ത്രൂ ദ റിലേഷൻഷിപ്പ്. തിയറിറ്റിക്കൽ ഡെൻസിറ്റി ആണ് നമ്മൾ കാണുക ഒരു മെറ്റലിൻ്റെ തിയറിറ്റിക്കൽ ഡെൻസിറ്റി. എക്സ്പെരിമെൻ്റൽ ഡെൻസിറ്റി കാണാൻ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ഉണ്ടാകും. തിയറിറ്റിക്കൽ ഡെൻസിറ്റി കാണുന്ന ഇക്വേഷനാണിത്. റോ ഇസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ VC ഇൻറ്റു NA. അപ്പോൾ സ്മോൾ n ഇസ് ദ നമ്പർ ഓഫ് ആറ്റംസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് യൂണിറ്റ് സെൽ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ FCC ആണ് അല്ലെങ്കിൽ BCC ആണെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ആറ്റംസ് എന്നുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ BCC ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്നാൽ 2 ആയിരിക്കും, HCP ആണെങ്കിൽ അതായത് 6 ആയിരിക്കും, FCC ആണെങ്കിൽ 4 ആയിരിക്കും, അങ്ങനെ. ഓക്കെ, അപ്പോൾ അതാണ് സ്മോൾ n എന്ന് പറയുന്നത്. ഏതാണ് അറ്റോമിക് വെയിറ്റ്? അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എലിമെൻറ്റ്സ് നോക്കുക, ആ എലിമെൻറ്റ്സിൻ്റെ അറ്റോമിക് വെയിറ്റ് കാണും. അപ്പോൾ അങ്ങനെയാണ് അറ്റോമിക് വെയിറ്റ് എലിമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അറ്റോമിക് വെയിറ്റ് കാണാൻ പറ്റും. VC എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. അതിപ്പോൾ നമുക്ക് FCC ആയിട്ടാണെങ്കിൽ A³ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെല്ലിൻ്റെ യൂണിറ്റ് സെൽ ലാറ്റിസ് പാരാമീറ്റർ, യൂണിറ്റ് സെൽ പാരാമീറ്റർ നോക്കുകയാണ്, അതിന് വോളിയം കണ്ടുപിടിക്കാം, വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ആൻഡ് NA is the Avogadro number. Avogadro number is 6.023 into 10⁻23 atoms per mole. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് we are finding the density, theoretical density of a crystal structure. Okay, so this formula is very important, you should remember this. NA divided by VC into NA. Okay, now we will see how the ഒരു ക്രിസ്റ്റലിൻ്റെ ആസ് എ ഹോൾ ഒരു തിയറിറ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഈ ഡെൻസിറ്റി ഒരു ഇത് നമുക്കത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതാണ് തന്നാൽ നിങ്ങൾ ഏതാണ് അതിലുള്ള കോൺസ്റ്റന്റ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you will be able to find out. Okay, ഇപ്പോൾ FCC ആണ്, FCC HCP മാഗ്നീഷ്യം ആണ്, എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. HCPൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. HCPൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്, പിന്നെ ഏതാണ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറ്റോമിക് വെയിറ്റ് എന്താണ്, വോളിയം ഓഫ് യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്കറിയാം ഓരോ ക്രിസ്റ്റലിനും ഓരോ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് സെൽസിൽ ഉള്ള ഓറിയൻറ്റേഷൻ ഡിഫറെൻ്റ് ആണ്. ദർ വിൽ ബി ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയൻറ്റേഷൻ. ഓരോ പ്ലെയിനിലും നമുക്ക് അറിയാം മില്ലർ ഇൻഡസസ് വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് പ്ലെയിനിലും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതായത് അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ലീനിയർ ഡെൻസിറ്റി. ലീനിയർ ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് ലെങ്ത് whose center lies on the direction vector of a specific crystallographic direction. ഒരു സ്പെസിഫിക് ക്രിസ്റ്റലോഗ്രാഫിക് ഡയറക്ഷൻ എന്നുള്ള ആ ലെങ്ത്തിലുള്ള എത്രത്തോളം അത് ആ ലെങ്ത്ത് ആ ഒരു ഡയറക്ഷനിൽ എത്രയാണ് ഡെൻസിറ്റി, അതാണ് നമ്മൾ ലീനിയർ ഡെൻസിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ഡിഫറെൻറ്റ് ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻസ് ഇൻ എ യൂണിറ്റ് സെൽ. നമുക്കറിയാം 110 111 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് പ്ലെയിൻസ് നമ്മൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പ്ലെയിൻസിലുള്ള ഡെൻസിറ്റി കാണുന്നതാണ് ഈ ലീനിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ലീനിയർ ഡെൻസിറ്റി ഈസ് നമ്പർ ഓഫ് ആറ്റംസ് സെൻറ്റേർഡ് ഓൺ ദി ഡയറക്ഷൻ വെക്റ്റർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദി ഡയറക്ഷൻ വെക്റ്റർ. നമ്മളിത് ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ലീനിയർ ഡെൻസിറ്റി യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഇൻ 110 എന്നുള്ള ഡയറക്ഷനിൽ എടുക്കും. അതാണ് നമ്മൾ എടുക്കുന്നത്. 110 ഇസ് ദിസ് ഡയറക്ഷൻ. 110 ഡയറക്ഷനിൽ ഒരു FCC ക്രിസ്റ്റൽ സ്ട്രക്ചറിന് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ FCC ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. റെഡ്യൂസ്ഡ് സ്ഫിയർ ഇസ് ഷോൺ ഹിയർ. ഇതാണ് റെഡ്യൂസ്ഡ് സ്ഫിയറിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ ദ ഡയറക്ഷൻ വെക്റ്റർ പാസസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ആറ്റം X ത്രൂ ദ ആറ്റം Y ആൻഡ് ഫൈനലി റീച്ചസ് ദി സെൻറ്റർ അറ്റ് ദ ആറ്റം Z. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള ഡെൻസിറ്റി നമുക്ക് കാണാം. ഓക്കെ,
ഇനി നമുക്ക് നോക്കിയാൽ ഈച്ച് ഓഫ് ദി സെറ്റ് എക്സ് ആൻഡ് സെറ്റ് കോർണർ ആറ്റംസ് ആർ ഓൾസോ ഷെയർഡ് വിത്ത് അതർ അഡ്ജസൻറ്റ് യൂണിറ്റ് സെൽ അലോങ് ദിസ് 110 ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിൽ ബാക്കി വേറെയുള്ള യൂണിറ്റ് സെൽസ് ആയിട്ട് ഈ ആറ്റംസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ വൈ ആറ്റംസ് എന്താണ്? വൈ ആറ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഡയറക്ഷനിൽ ഇതിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വലൻസ്, അപ്പോൾ ഇവിടെ ആകെ ഈ ഡയറക്ഷനിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് ആകെ എടുക്കണം. അപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ പകുതി അല്ലേ, ഈ ആറ്റത്തിൻ്റെ പകുതി, ഈ ആറ്റം മുഴുവനായിട്ട് പിന്നെ ഈ ആറ്റത്തിൻ്റെ പകുതി. അപ്പോൾ എത്ര വരിക? 1 + ½ + ½ 2 ആറ്റംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 110 ഡയറക്ഷനിൽ ഈ FCC ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് 2 ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കൂ, യൂണിറ്റ് സെല്ലിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന വിധത്തിലല്ല, യൂണിറ്റ് സെൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ആറ്റംസ് ഉണ്ട്. ഇവിടെ ലീനിയർ ഡെൻസിറ്റിയുടെ ഡിഫറൻസ് എന്താണ്? യു ആർ കൺസിഡറിങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് യൂണിറ്റ്, ആ ഡയറക്ഷൻ വെക്ടറിൽ എത്ര ആറ്റംസ് ഉണ്ട് ആ യൂണിറ്റ് സെല്ലിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ദർ ആർ 2 ആറ്റംസ് എന്ന് കാണാം. ഇനി ഈ ഡയറക്ഷൻ വെക്ടറിൻ്റെ ലെങ്ത് നോക്കണം. ലെങ്ത് എത്രയാണ്? ഇത് 6, ഇത് 2r, ഇത് 6, 4r. ഓക്കെ, സോ ലീനിയർ ഡെൻസിറ്റി along 110 ഡയറക്ഷൻ ഇസ് നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. നമ്മൾ ഇതിൻ്റെ കണ്ടു, നമ്പർ ഓഫ് ആറ്റംസ് സെൻറ്റേർഡ് ഓൺ ഡയറക്ഷൻ വെക്ടർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദി ഡയറക്ഷൻ വെക്ടർ. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഈ 110 ഡയറക്ഷനിൽ 2 ആറ്റംസ് ആണ്. ലെങ്ത് ഓഫ് ദി ഡയറക്ഷൻ എത്രയാണ്? ഡയറക്ഷൻ വെക്ടർ എത്രയാണ്? 4r ആണ്. 4r ആണ് ഈ ലെങ്ത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2r. അപ്പോൾ ഇതാണ് ലീനിയർ ഡെൻസിറ്റി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ വേറൊരു ടേമാണ് പ്ലാനാർ ഡെൻസിറ്റി. പ്ലാനാർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് സെൻറ്റേർഡ് ഓൺ എ പ്ലെയിൻ. ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ഡയറക്ഷൻ മാത്രമാണ് കൺസിഡർ, 110 ഡയറക്ഷൻ. ഇത് നമ്മൾ അതിന് പകരം ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യും. ഇതിപ്പോൾ ഒരു ലൈനാണ്, ഒരു 1 ഡയമെൻഷനിലാണ്. അതിന് പകരം 2 ഡയമെൻഷനിലായിട്ട് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് പ്ലാനാർ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ പ്ലാനാർ ഡെൻസിറ്റി ഈസ് ടേക്കൺ ആസ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് ഏരിയ ദാറ്റ് ആർ സെൻറ്റേർഡ് ഓൺ എ പെർട്ടിക്കുലർ ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻ. അപ്പോൾ അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ആറ്റം സെൻറ്റേർഡ് ഓൺ എ പ്ലെയിൻ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പ്ലെയിൻ. നമ്പർ ഓഫ് ആറ്റംസ് സെൻറ്റേർഡ് ഓൺ എ പ്ലെയിൻ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് പ്ലെയിൻ. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് സെൻറ്റേർഡ് ഓൺ എ ഡയറക്ഷൻ വെക്റ്റർ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദി ഡയറക്ഷൻ വെക്റ്റർ. ഇവിടെ നമ്മളൊരു ഏരിയ, ഒരു പ്ലെയിൻ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ ഓഫ് പ്ലെയിനോട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇത് യൂണിറ്റ് ഇതായിരിക്കും, നാനോമീറ്റർ ഇൻവേഴ്സ്, നാനോമീറ്റർ ⁻², അല്ലെങ്കിൽ മീറ്റർ ⁻². അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇത് ഏരിയ അല്ലേ ഇവിടെ വരുന്നത്, അതുകൊണ്ട് മീറ്റർ ⁻² വരുന്നത്. ഓക്കെ, ഇനി ഇത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇത് സെയിം തന്നെ നമ്മൾ എടുക്കുകയാണ്, 110 പ്ലെയിൻ എടുക്കുകയാണ്. 110 പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. 110 പ്ലെയിൻ FCC യൂണിറ്റ് സെല്ലിൽ 110 പ്ലെയിൻ എടുക്കുകയാണ്. FCC എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കും ഈ ഒരു പ്ലെയിനിൽ. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് 1 2 3 4 5 6 ആറ്റംസ് ഉണ്ട് ഈ പ്ലെയിനിൽ. അതിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഇതിൽ നോക്കൂ, ACDF എന്നൊക്കെ പറയുന്നത് ഈ കോർണർ ആറ്റംസ് ആണ്. അതിൻ്റെ ആകെ എത്രയാണ് ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത്? ACDF ആൻഡ് 1 ഇതിൽ ഓൺലി ഇതിൻ്റെ ഒരു 1/4 വരുന്നുള്ളൂ. ഇതൊരു ഫുൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലെയിൻ ആണ് എടുക്കുന്നത്. ഇത് നമ്മൾ 3 ഡയമെൻഷനായിട്ട് എടുക്കരുത്, 2 ഡയമെൻഷനായിട്ട് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാർട്ടർ ബാക്കി ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ ഒരു 1/4, ഇവിടെ 1/4, ഇവിടെ 1/4, ഇവിടെ 1/4. ഓക്കെ, ACD ആൻഡ് F ആറ്റംസ് 1/4. DE ആൻഡ് EO പകുതി, ഇതിന് നേർ പകുതി ഇവിടേക്ക് വരുന്നത്, ഹാഫ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 4 × 1/4 + 2 × 1/2. അപ്പോൾ എത്ര വരാം? 4 × 1/4 പ്ലസ് എന്ന് പറഞ്ഞാൽ 1, 2 × 1/2 എന്ന് പറഞ്ഞാൽ 1 + 1 2 ആറ്റംസ് ആണ്. ഈ പ്ലെയിനിൽ ഫുൾ ആകെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ 2 ആറ്റംസിന് കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി പ്ലെയിൻ. ഏരിയ ഓഫ് ദി പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്ത്, ഈ ലെങ്ത്ത് പിന്നെ ഈ ബ്രെഡ്ത്ത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ലെങ്ത് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 4r എന്ന് വരും. അതായത് ഇത് 6,
ഇത് 6, ഇത് 2r, ഇത് r. അപ്പം 2r പ്ലസ് r പ്ലസ് r 4r വരും, 4r വരും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ക്യൂബിൻ്റെ എ ആണിത് അല്ലേ, എ ആണ്. FCCയുടെ നമ്മൾ റിലേഷൻ വെച്ചിട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r√2 ആണ്. സെല്ലിൻ്റെ പാരാമീറ്റർ എ ആണിത്, എഡ്ജ് ഇതാണ് നമ്മൾ വിഡ്ത്തായിട്ട് കിട്ടുന്നത്. സോ 2r√2 ആണ്. അപ്പോൾ അതിന് നമുക്ക് 2r√2 ഇൻറ്റു 4r എന്ന് വരും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്, ഈ ഒരു പ്ലെയിൻ്റെ ഏരിയ. സോ 2r√2 ഇൻറ്റു 4r is 8r²√2. 2 atoms divided by 8r²√2 എന്ന് പറഞ്ഞാൽ 1/4r²√2. ഇതാണ് നമ്മുടെ പ്ലാനാർ ഡെൻസിറ്റി വരിക ഫോർ 110 പ്ലെയിൻ ഫോർ FCC യൂണിറ്റ്സ്. ഇങ്ങനെയാണ് പ്ലാനാർ ഡെൻസിറ്റിയും ലീനിയർ ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഡെൻസിറ്റി കാൽക്കുലേഷൻസ് ഉള്ളത്. ഒരു യൂണിറ്റ് സെൽ ഹാസ് എ ഹോൾ എങ്ങനെയാണ് ഡെൻസിറ്റി കാണാമെന്ന് പറഞ്ഞു, ഒരു സിംഗിൾ ഡയറക്ഷനിൽ എങ്ങനെയാണ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, അതുപോലെ ഒരു പ്ലെയിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് ടു നോ വാട്ട് ഈസ് പോളിമോർഫിസം ആൻഡ് അലോട്രോപ്പി. അപ്പോൾ പോളിമോർഫിസം ആൻഡ് അലോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സെയിം കാര്യം തന്നെയാണ്. ഇത് ഒരു എലിമെൻറ്റ് ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന സമയത്ത് അതിന് അലോട്രോപ്പി എന്ന് പറയും. അതിന് പകരം ഒരു മെറ്റീരിയൽ ഒന്നിച്ചിത് കാണിക്കുന്ന സമയത്ത് അതിനെ പോളിമോർഫിസം എന്ന് പറയും. ഓക്കെ, അത് സെയിം കാര്യം തന്നെയാണ്. സോ let's see what is that phenomenon. So some metals as well as non-metals may have more than one crystal structure. ഒന്നിൽ കൂടുതൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ അത് എക്സിബിറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. എലിമെൻ്റൽ സോളിഡ്സ് അങ്ങനെ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ അലോട്രോപ്പി എന്നാണ് പറയും. അപ്പോൾ അലോട്രോപ്പിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് കാർബണിൻ്റെ കേസിലുള്ളത്. കാർബണിൻ്റെ ഒന്ന് ഗ്രാഫൈറ്റ്, പിന്നെ ഉള്ളത് ഡയമണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രാഫൈറ്റും ഡയമണ്ടും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് വരുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫ്രം ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ. നമ്മൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് എലിമെൻറ്റ് പറയുന്നത് കാർബൺ മാത്രമാണ്. അതുകൊണ്ടാണ് അത് അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പം അലോട്രോപ്പ് എലിമെൻ്റലായിട്ട് ഒരു എലിമെൻറ്റ് അത് എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് അലോട്രോപ്പ് എന്ന് പറയും. അല്ലാതെ ഒരു കോമ്പൗണ്ട് ഒന്നിച്ച് ചെയ്യുന്നത് അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പോളിമോർഫിസ് ആണ് പറയും. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റും ഡയമണ്ടുമാണ് ഒരു എക്സാമ്പിൾ. പിന്നെ അതേപോലെ പ്യുവർ അയൺ ഹാസ് BCC ക്രിസ്റ്റൽ സ്ട്രക്ചർ അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ചേഞ്ചസ് ടു FCC അയൺ അറ്റ് ടെമ്പറേച്ചർ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ അത് FCC ആയി മാറും. അപ്പോൾ ഇത് എന്താണ് നമ്മൾ അലോട്രോപ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ പോളിമോർഫിസം ആൻഡ് അലോട്രോപ്പി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. Some metals or non-metals will have different crystal structures for the same metal. That property is called polymorphism. Okay, next we will see non-crystalline solid. ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്രിസ്റ്റൽസിനെ പറ്റിയാണ്. ക്രിസ്റ്റൽസിന് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റാക്കിംഗ് അറേഞ്ച്മെൻറ്റ്സിനനുസരിച്ച് എങ്ങനെയാണ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡെൻസിറ്റി കാൽക്കുലേഷൻസ് പറഞ്ഞു. Now we will see non-crystalline solids. Non-crystalline solids എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it lacks systematic and regular arrangement of atoms over relatively large atomic distances. അപ്പം റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്ത ആറ്റംസിന് ഇല്ലാതെ വരുന്നത് അതിനെ പറയുന്നത് അത് അങ്ങനത്തെ മെറ്റീരിയൽസാണ് നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സംടൈംസ് സച്ച് മെറ്റീരിയൽസ് ആർ ഓൾസോ കോൾഡ് അമോർഫസ്. അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് അമോർഫസ് എന്ന് പറയും. അമോർഫസിൻ്റെ ലിറ്ററലി മീനിങ് എന്താ വെച്ചാൽ വിത്തൗട്ട് ഫോം, ഒരു പ്രത്യേക ഒരു രൂപം ഇല്ലാത്തത് എന്നൊക്കെയാണ് അമോർഫസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിന് പറയുന്നത് സൂപ്പർ കൂൾഡ് എന്ന് പറയും. അതും നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറയുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സിലിക്കൺ ഓക്സൈഡിൻ്റെ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും നോൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഹാസ് എ റെഗുലർ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്താണ് ഒരു നോൺ ക്രിസ്റ്റലൈൻ സോളിഡിലെ അറ്റോമിക് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ an amorphous condition may be illustrated by comparison of the crystalline and non-crystalline structures of ceramic compound silicon dioxide, which may exist in both state. അപ്പോൾ അവിടെ നമ്മൾ ഫിഗറിൽ കണ്ടു, even though each silicon ion bonds to 3 oxygen ions on both states, beyond this the structure is much more disordered and irregular for the non-crystalline structure. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇത് മച്ച് ഡിസോർഡേഡ് ആൻഡ് ഇറഗുലർ ആണ്. ഇവിടെ ഇത് പക്ഷേ ഇവിടെ നോക്കുക ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഓക്സിജൻ സിലിക്കൺ ഇസ് ബോണ്ടഡ് ടു 3 oxygen atoms. ഇവിടെ എല്ലാം 3 oxygen atoms ഉണ്ട്. ഇവിടെ നോക്കൂ 3 oxygen atoms ഉണ്ട്. ഇവിടെ നമ്മൾ സിലിക്കൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബോണ്ടഡ് ടു 3 oxygen, ബട്ട് ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഈസ് ഡിസ്റ്റോർട്ടഡ് ആൻഡ് ഇറഗുലർ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അമോർഫസ് അല്ലെങ്കിൽ ആയിട്ട് മാറ്റാനുള്ള എങ്ങനെയാണിത് അങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് വായിക്കാം. വെദർ എ ക്രിസ്റ്റലൈൻ ഓർ അമോർഫസ് സോളിഡ് ഫോംസ് depend on the ease with which a random atomic structure in the crystal in the liquid can transform into a ordered state during solidification. അപ്പോൾ നമ്മൾ അറിയാം ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് അധികം ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിലൂടെയാണ്. ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിൽ നമ്മൾ ഈ ക്രിസ്റ്റൽസ് എല്ലാം അധിക മെറ്റീരിയൽസും ലിക്വിഡ് ഫോമിലായിരിക്കും. ആ ലിക്വിഡ് ഫോമിൽ നിന്ന് അത് ഓർഡേർഡ് ആയിട്ടുള്ളൊരു സോളിഡ് ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം റാൻഡം അറ്റോമിക് ഡിപ്പെൻഡ്സ് ഓൺ ദി ഈസ് വിത്ത് വിച്ച് എ റാൻഡം അറ്റോമിക് സ്ട്രക്ചർ ഇൻ ദ ലിക്വിഡ് ക്യാൻ ട്രാൻസ്ഫോം ടു ആൻ ഓർഡേർഡ് സ്റ്റേറ്റ് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ. അപ്പോൾ സോളിഡിലേക്ക് മാറാൻ എടുക്കുന്ന സമയത്ത് ആ റാൻഡം ആയിട്ടുള്ള ലിക്വിഡ് നമുക്കറിയാം കൃത്യമായിട്ടുള്ള ആറ്റോമിക് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ആ റാൻഡം ആറ്റോമിക് സ്ട്രക്ചർ ലിക്വിഡ് ഫോമിൽ റാൻഡം ആറ്റോമിക് സ്ട്രക്ചറിൽ എത്ര ഈസി ആയിട്ട് അതിന് ഒരു ഓർഡേർഡ് സ്ട്രക്ചറിലേക്ക് മാറാൻ പറ്റും ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ. അതിനെ ഡിപ്പെൻഡ് ചെയ്യും വെദർ ഇറ്റ് ഈസ് എ ക്രിസ്റ്റലൈൻ ഓർ ഇറ്റ് ഈസ് എ അമോർഫസ് അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം. അതായത് ലിക്വിഡ് ഫോമിലുള്ള ഡിസോർഡേഡ് ഫേസിൽ നിന്ന് എത്ര ഈസി ആയിട്ട് അതിന് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ഓർഡേർഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ക്രിസ്റ്റലൈൻ ആവോ അമോർഫസ് ആവോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ amorphous material therefore are characterized by atomic or molecular structure that are relatively complex and become ordered only with some difficulty. അപ്പോൾ amorphous materials നമുക്ക് ഇങ്ങനെ പറയാം എന്താണ്, they have atomic and molecular structures that are relatively complex and become ordered only with some difficulty. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വളരെ ഈസി ആയിട്ട് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് എത്തിച്ചേരാൻ പറ്റാത്ത മെറ്റീരിയൽസാണ് അമോർഫസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്താണ് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതൊക്കെയാണ് ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ്. അതായത് ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലേക്ക് ആവുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അതിന് ഓർഡേർഡ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് എന്തായിരിക്കും ക്രിസ്റ്റൽസായി മാറും. പക്ഷേ അമോർഫസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഓർഡേർഡ് ഫേസ് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസാണ്. ഓക്കെ, ഇനി നമ്മൾ മനഃപൂർവ്വം ഒരു അമോർഫസ് മെറ്റീരിയൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നമുക്ക് ഈ കൂളിങ്ങിൻ്റെ അതായത് സോളിഡിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് കൺട്രോൾ വരുത്തി കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് അമോർഫസോ ക്രിസ്റ്റലൈനോ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം നോക്കുക, നമ്മൾ പറഞ്ഞു ഒരു ലിക്വിഡ് ഫേസിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് എത്ര ഈസി ആയിട്ട് അതിന് ഓർഡേർഡ് സ്ട്രക്ചർ കൈവരിക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ടാണ് അത് ക്രിസ്റ്റലൈൻ ആവോ നോൺ ക്രിസ്റ്റലൈൻ ആവോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മൾ നോക്ക് പെട്ടെന്ന് അങ്ങ് കൂൾ ചെയ്ത് വിചാരിക്കും. അപ്പോൾ അതിന് സമയം കിട്ടിയില്ല അതിനൊരു ഓർഡേർഡ് സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാം. അങ്ങനെയാകുമ്പം എന്തുണ്ടാകും? ദാറ്റ് മെറ്റീരിയൽ വിൽ ബി അമോർഫസ് മെറ്റീരിയൽ. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? റാപ്പിഡ് കൂളിംഗ് ത്രൂ ഫ്രീസിങ് ടെമ്പറേച്ചർ ഫേവേഴ്സ് ദ ഫോർമേഷൻ ഓഫ് എ നോൺ ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ നോൺ ക്രിസ്റ്റലൈൻ സോളിഡ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ അമോർഫസ് സോളിഡ് ഫോം ചെയ്യാൻ റാപ്പിഡ് കൂളിംഗ് സഹായിക്കും. റാപ്പിഡ് കൂളിംഗ് ആകുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇത് ലിക്വിഡ് ഫേസിലുള്ള ഒരു മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ അത് സോളിഡ് ഫേസിലേക്ക് പോവുകയാണ്. ഇറ്റ് ഡസൻ ഗെറ്റ് എ ടൈം ടു ഫോം എ ഓർഡേർഡ് സ്ട്രക്ചർ.
അപ്പോൾ ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആണ് നമ്മളൊരു അമോർഫസ് മെറ്റീരിയൽ ഉണ്ടാക്കുക. സിൻസ് ലിറ്റിൽ ടൈം ഈസ് അലോട്ട് ഫോർ ദ ഓർഡറിങ് പ്രോസസ്സിന് സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റാപ്പിഡ് കൂളിങ്ങിൽ നമുക്ക് യു വിൽ ബി ഏബിൾ ടു മേക്ക് എ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വേറൊരു പേര് കണ്ടത്, സൂപ്പർ കൂൾ ലിക്വിഡ്സ്. അപ്പോൾ സൂപ്പർ കൂൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമുള്ളതിനെ പെട്ടെന്ന് അങ്ങ് കൂൾ ചെയ്യുക. അപ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് എ അമോർഫസ് മെറ്റീരിയൽ, അമോർഫസ് അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ കിട്ടും. ഓക്കെ, so this much is for about the crystals and non-crystals crystals, that is you have crystalline and non-crystalline materials. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഇതുവരെ പറഞ്ഞത് ക്രിസ്റ്റൽസ് പറഞ്ഞു, അതിൽ ക്രിസ്റ്റൽസിനെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പോളിക്രിസ്റ്റലൈനും സെമി ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പറഞ്ഞു, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അറ്റോമിക് സ്റ്റാക്കിംഗ് ഹൗ ഇറ്റ് റിസൾട്ട്സ് ഇൻ ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു, density computations പറഞ്ഞു, and you have finally you have seen the non-crystalline or amorphous materials. ഇത്രയാണ് നമുക്ക് ഈ ക്രിസ്റ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.